നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് 1 മുതൽ അറിയേണ്ട മസ്റ്ററിംഗ് വിവരങ്ങളെക്കുറിച്ചാണ്. പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ റേഷൻ കാർഡുള്ള ആളുകൾ, ഇവരെല്ലാം മസ്റ്ററിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട അറിയിപ്പുകൾ, സേവനങ്ങൾ, ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മെയ് മാസം ഏപ്രിൽ ലാസ്റ്റിലായിരുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മസ്റ്ററിംഗ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയമെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതുവരേക്കും അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല. മസ്റ്ററിംഗ് ചെയ്യേണ്ട ആളുകളുടെ ലിസ്റ്റോ ഒരു കാര്യങ്ങളും ഇതുവരെ ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല. ഒരു പക്ഷേ ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കാം. കേരളത്തിൽ 4 ജില്ലകളിൽ നിന്ന് ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനാൽ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഒരു മാസം മസ്റ്ററിംഗ് സർക്കാർ ചിലപ്പോൾ നീട്ടിവെച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ അല്ലെങ്കിൽ ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള തിരക്കുകൾ കാലം മറ്റുമാകാം മസ്റ്ററിംഗ് നീട്ടിവെച്ചിട്ടുണ്ടാവുക. ഏതായാലും ഇതുവരെയും ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിച്ചു വെക്കുക. മരണപ്പെട്ടു പോയിട്ടും പല ആളുകളുടെയും പെൻഷൻ ഇപ്പോഴും അവരുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾ അവർ മരണപ്പെട്ട കാര്യം പഞ്ചായത്തിൽ രേഖാമൂലം അറിയിച്ച് അവരുടെ പെൻഷൻ വരുന്നത് നിർത്തലാക്കണം. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും പല ആളുകൾക്കും ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല. അവർ യഥാസമയം KYC ചെയ്യാത്തത് മൂലം മറ്റുമെല്ലാമാണ് അങ്ങനെ വരുന്നത്. അവരും അതാത് ഓഫീസുകളിൽ ചെന്ന് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ആധാറുമായി ലിങ്ക് ചെയ്തെല്ലാം ക്ലിയറാക്കണം. വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ ഇപ്പോഴും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നീട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആധാർ കാർഡ് പുതുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരും എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് പുതുക്കി അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് മസ്റ്ററിംഗ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ ബയോമെട്രിക് വിവരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് വെക്കുക എന്നുള്ളതും. മൊബൈൽ നമ്പർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ലിങ്കായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബയോമെട്രിക് വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം മൊബൈലിലേക്ക് OTP വരികയും ആ OTP അവിടെ നൽകുകയും ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അങ്ങനെയുള്ള സമയത്തും അതെല്ലാം വളരെ ഉപകാരപ്പെടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റേഷൻ കാർഡ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 2 മാസങ്ങളോളമായി റേഷൻ കാർഡ് മസ്റ്ററിംഗ് സർക്കാർ തുടങ്ങി വെച്ചിട്ട് പല സമയങ്ങളിലും തുടങ്ങിയിരുന്നെങ്കിലും നിരന്തരമായ സെർവർ തകരാറ് മൂലമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചത്. അതിൽ വളരെ കുറഞ്ഞ ശതമാനം ആളുകൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ. 98% ആളുകളും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് എന്നാണ്. പിന്നീട് സർക്കാർ തന്നെ മഞ്ഞ റേഷൻ കാർഡ് ആദ്യം ചെയ്യുക, പിന്നീട് ചുവപ്പ് റേഷൻ കാർഡ് ചെയ്യുക എന്ന നിലയിലേക്ക് എത്തി. അപ്പോഴെല്ലാം സെർവർ തകരാറ് മൂലം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെയും ഡേറ്റ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും നന്ദി.